ഓം ശാന്തി. 15/1/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ശാന്തിയുടെയും സുഖത്തിന്റെയും ഗോപുരത്തിലേക്ക് പോകണം. അതിനാൽ തന്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ശരിയാക്കി കൊണ്ടുപോകൂ. പഴയതിനെ പരിവർത്തനപ്പെടുത്തൂ. ചോദ്യം: ബുദ്ധി സദാ റിഫ്രഷ് ആയിരിക്കാനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ മനനം ചെയ്യൂ. വിചാരസാഗര മഥനം ചെയ്യുന്നതിലൂടെ ബുദ്ധി സദാ റിഫ്രഷ് ആയിരിക്കും. ആരാണോ സദാ റിഫ്രഷ് ആയിരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരുടെ സേവനവും ചെയ്യാൻ സാധിക്കും. അവരുടെ ബാറ്ററി സദാ ചാർജ് ആയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിന്റെ മനനചിന്തനം ചെയ്യുന്നതിനാൽ സർവശക്തിവാനായ അച്ഛനുമായി സദാ കണക്ഷൻ യോജിച്ചിരിക്കും. ഗീതം: നയനഹീനർക്ക് വഴി കാണിക്കൂ. ഓം ശാന്തി. ഈ ഗീതം മനുഷ്യർ പാടിയതാണ്, പക്ഷെ അർത്ഥം ആർക്കും അറിയില്ല. എങ്ങനെയാണ് മറ്റ് പ്രാർത്ഥനകൾ, അതുപോലെ ഇതൊരു പ്രാർത്ഥനയാണ്. പരമാത്മാവിനെ ആരും അറിയുന്നില്ല. അഥവാ പരമാത്മാവിനെ അറിയുകയാണെങ്കിൽ എല്ലാം അറിയുമായിരുന്നു. കേവലം പരമാത്മാവെന്ന് പറയുന്നു മാത്രം. പക്ഷേ പരമാത്മാവിന്റെ ജീവിതകഥ അല്പം പോലും അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ നയനഹീനരാകുമായിരുന്നില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ 3ാം നേത്രം കിട്ടി. അതിനാൽ നിങ്ങൾ ത്രിനേത്രിയാണ്. ത്രിനേത്രി, ത്രികാൽദർശി, ത്രിമൂർത്തി, ഈ വാക്കുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഇതിന്റെ യഥാർത്ഥ അർത്ഥം അറിയില്ല. സയൻസും സൈലൻസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കാറുണ്ട്. ചോദ്യമൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷേ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് പോലും ഉത്തരം അറിയണമെന്നില്ല. മുഴുവൻ ലോകത്തിലും ശാന്തി ഉണ്ടാകണമെന്ന് പറയുന്നു. പക്ഷെ എപ്പോഴാണ് ഇവിടെ ശാന്തി ഉണ്ടായിരുന്നത്? ഇതും അറിയില്ല. കേവലം ചോദിക്കുക മാത്രം ചെയ്യുന്നു. എങ്കിൽ പറഞ്ഞു തരാൻ അറിയുന്ന ഒരാൾ തീർച്ചയായും വേണമല്ലോ. ബാബ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരികയാണ്. മക്കളെ, ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ശാന്തിയുടെ ഗോപുരം, സുഖത്തിന്റെ ഗോപുരം, എല്ലാറ്റിനും ഗോപുരമുണ്ട്. ശാന്തിയുടെ ഗോപുരമാണ് മൂലവതനം. അവിടെയാണ് ആത്മാക്കൾ വസിക്കുന്നത്. അതിനെ സൈലൻസിന്റെ ഗോപുരം എന്ന് പറയും. പിന്നീട് സത്യുഗമാണ് സുഖത്തിന്റെയും ശാന്തിയുടെയും സമൃദ്ധിയുടെയും ടവർ അഥവാ ഗോപുരം. നമ്മൾ ആത്മാക്കളുടെ വീട് മുക്തിധാമമാണ്. ഇതാർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ടീച്ചറാണെങ്കിൽ ബാബയെ പോലെ ആയിരിക്കണം. ബാബ ജ്ഞാനത്തിന്റെ ടവറാണ്. നിങ്ങളെ ബാബ ശാന്തിയുടെയും സുഖത്തിന്റെയും ടവറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ദുഃഖത്തിന്റെ ഗോപുരമാണ് കലിയുഗം. എല്ലാ കാര്യത്തിലും ഇന്ന് നിർധനരാണ് എല്ലാവരും. പവിത്രത, സുഖം, ശാന്തി, ഈ സമ്പത്ത് ഇപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇവിടെ നിങ്ങൾ ബാബയുടെ അടുത്ത് ബലിയർപ്പണമാക്കുകയാണ്. ഇതിനെ മംഗളകാരിയായ യുഗം എന്ന് പറയും. കലിയുഗത്തിന് ശേഷം പിന്നീടുണ്ടാകുന്നത് സത്യയുഗമാണ്. സത്യയുഗം സുഖത്തിന്റെ ടവറാണ്. മൂലവതനം ശാന്തിയുടെ ഗോപുരമാണ്. കലിയുഗം ദുഃഖത്തിന്റെ ഗോപുരമാണ്. ഇവിടെ അളവില്ലാത്ത ദുഃഖമാണ്. ദുഃഖം എല്ലാം കൂടി മല പോലെ കൂടിയിരിക്കുകയാണ്. ദുഃഖത്തിന്റെ പർവ്വതം താഴെ വീഴുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എത്ര പേർ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാറുണ്ട്. ബാബ മക്കൾക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കാൻ സമയം വേണ്ടിവരും. വളരെയധികം പേർക്ക് ജ്ഞാനം പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. ബിന്ദുവിനെ മനസ്സിലാക്കണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലയോ മക്കളെ, എങ്ങനെയാണോ ആത്മാവ് അതുപോലെ തന്നെയാണ് പരമാത്മാവും. ആത്മാവിനെ നിങ്ങൾക്കറിയാമല്ലോ. അത് ഭാഗ്യ നക്ഷത്രമാണ്. തീർത്തും സൂക്ഷ്മമാണ്. ആത്മാവിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതിനാൽ ജ്ഞാനം മുഴുവൻ അച്ഛൻ പറഞ്ഞു തരികയാണ്. ബാബ നൽകുന്ന ഈ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തനം ചെയ്യുകയാണെങ്കിൽ ബുദ്ധി റിഫ്രഷ് ആകും. എവിടേക്ക് പോവുകയാണെങ്കിലും ആർക്കു വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ശാന്തിയുടെയും സുഖത്തിന്റെയും പവിത്രതയുടെയും ഗോപുരം പുതിയ ലോകമാണ്. പഴയ സ്വഭാവത്തെ അഥവാ വ്യക്തിത്വത്തെ ശരിയാക്കി പുതിയ ലോകത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ് ബാബ. മനുഷ്യർ പാടാറുണ്ട്, വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാറുണ്ട്, പക്ഷെ അർത്ഥം അറിയില്ല എന്ന് മാത്രം. എല്ലാവരും ജനന മരണ ചക്രത്തിലൂടെ ഏണിപ്പടി ഇറങ്ങി വരികയാണ്.
സ്വയം ശാസ്ത്രങ്ങളുടെ പരമാധികാരിയാണ് എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും ജന്മങ്ങളെടുക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വരിക തന്നെ വേണം. എല്ലാവരുടെയും ആത്മാവ് ആദ്യം സതോപ്രധാനമായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ബാറ്ററി കേടുവരുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ബാറ്ററി നാശത്തിന്റെ വക്കിലാണ്. ഇപ്പോൾ ബാറ്ററി വീണ്ടും ചാർജ് ആവുകയാണ്. അച്ഛൻ പറയുന്നു, മക്കളെ, മന്മനാഭവ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അച്ഛനാണ് സർവശക്തിവാൻ. അതിനാൽ അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങളുടെ ബാറ്ററി നിറയും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാറ്ററി നിറയുന്നതായി അനുഭവം ചെയ്യുന്നുണ്ടല്ലോ. ചിലരുടെ ബാറ്ററി നിറയുന്നില്ല. നേരെയാകുന്നതിന് പകരം പഴയതിലും മോശമാകുന്നു. ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നുമുണ്ട്, ബാബ, ഞങ്ങൾ ഒരിക്കലും വികാരത്തിലേക്ക് പോകില്ല. ബാബയിൽ നിന്ന് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് തീർച്ചയായും എടുക്കും. എന്നിട്ടും ചില കുട്ടികൾ വികാരങ്ങളിൽ വീണുപോകുന്നു. ബാബ പറയുന്നു, മക്കളെ, കാമവികാരത്തിനുമേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്തായി മാറും. അഥവാ വീണ്ടും വികാരത്തിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നശിച്ചു പോകും. കാമം മഹാശത്രുവാണ്. കാമചിതയിലാണ് ഇരുന്ന് കറുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനചിതയിലിരുന്ന് വെളുത്തവരായി മാറണം. ശിവബാബയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. ഈ പഠിപ്പ് നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കും. വൃക്ഷത്തിന്റെ വർണ്ണനയും ബാബ ചെയ്യുന്നു. ഇതാണ് സൃഷ്ടിയാകുന്ന വൃക്ഷം അഥവാ കൽപ്പവൃക്ഷം. മനുഷ്യ സൃഷ്ടി വൃക്ഷം തികച്ചും വ്യത്യസ്തമാണ്. ഈ സൃഷ്ടിവൃക്ഷം ഊർധ്വമൂലവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. എത്ര വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളാണിവിടെ. ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കൾക്ക് അവിനാശിയായ പാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈ നാടകത്തിൽ 2 പേർക്ക് ഒരേപോലെയുള്ള പാർട്ടില്ല. മക്കൾക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം കിട്ടിക്കഴിഞ്ഞു. ചിന്തിക്കൂ, എത്രയധികം ആത്മാക്കളാണ്. മത്സ്യത്തിന്റെ ഒരു കളിപ്പാട്ടമുണ്ടല്ലോ, അതിൽ ചരടിലൂടെ മത്സ്യം താഴേക്ക് വരും. അതുപോലെയാണ് നിങ്ങളും. ഈ ഡ്രാമയുടെ ചരടിൽ ബന്ധിതരാണ്. ജന്മങ്ങളടുത്തിറങ്ങി ഇറങ്ങി ഒരു കൽപ്പം പൂർത്തിയായി. ഇനി നിങ്ങൾക്ക് മുകളിലേക്ക് കയറണം. ഇതും കുട്ടികൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മുകളിൽ നിന്ന് നിങ്ങൾ ആത്മാക്കൾ നാടകശാലയിലെത്തി സംഖ്യാക്രമം അനുസരിച്ച് അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നു. ജീവിതമാകുന്ന ഈ നാടകത്തിൽ നിങ്ങൾ പാർട്ടുധാരികളാണ്. മുഖ്യ അഭിനേതാവും രചയിതാവും സംവിധായകനും ഉണ്ടാകുമല്ലോ. ഇവിടെ ജീവിത നാടകത്തിൽ ഇവിടുത്തെ മുഖ്യ അഭിനേതാവ് ശിവബാബയാണ്. പിന്നീടുള്ള അഭിനേതാക്കൾ ആരെല്ലാമാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കർ. ഭക്തിമാർഗത്തിലുള്ളവർ അനേകം ചിത്രങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഒന്നിന്റെ അർത്ഥം അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അച്ഛൻ വന്ന് ജ്ഞാനം മുഴുവനായും നൽകി. ഇപ്പോൾ മക്കൾക്കറിയാമല്ലോ, നമുക്ക് സത്യുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ അവിടെ പവിത്രതയും സുഖവും ശാന്തിയും നിറഞ്ഞ രാജധാനി ഉണ്ടാകും. അച്ഛന്റെ പാർട്ടും അത്ഭുതമാണ്. ബാബ എത്ര ബിന്ദു സമാനമാണ്. എങ്ങനെയാണോ നിങ്ങളുടെ ആത്മാവ് അച്ഛനിൽ നിന്ന് മുഴുവൻ ജ്ഞാനവും എടുക്കുന്നത്, അതേപോലെ ബ്രഹ്മാവിന്റെ ആത്മാവും ശിവബാബയിൽ നിന്ന് ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ ബാബയ്ക്ക് രൂപത്തിൽ വലുതാകാൻ കഴിയും? ബാബയുടെയും രൂപം ബിന്ദുവാണ്. നിങ്ങളുടെ ബിന്ദുരൂപത്തിലുള്ള ആത്മാവിൽ മുഴുവൻ ജ്ഞാനവും ധാരണയാകുകയാണ്. ഈ ജ്ഞാനം ഇനി കൽപ്പത്തിനു ശേഷമേ അച്ഛൻ നൽകുകയുള്ളൂ. എന്തെല്ലാം റെക്കോർഡായോ അത് ആവർത്തിക്കുമല്ലോ. അതുപോലെ ആത്മാവിലും പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്ഭുതകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രകൃതി എന്ന് പറയാറുണ്ട്. ഈ അനാദിയായ ഡ്രാമയുടെ പാർട്ടിൽ നിന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാവർക്കും ഈ നാടകത്തിൽ വന്ന പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്. ആരാണോ ഈ ജ്ഞാനം നന്നായി ധാരണ ചെയ്യുന്നത് അവർക്ക് സന്തോഷത്തിന് അതിരുണ്ടാകില്ല. നിങ്ങൾക്ക് എത്ര വലിയ സ്കോളർഷിപ്പാണ് കിട്ടുന്നത്. അതിനാൽ പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യണം. തനിക്ക് സമാനമാക്കി മറ്റുള്ളവരെയും മാറ്റണം. നിങ്ങളെല്ലാവരും അധ്യാപകരാണ്. ബാബ നിങ്ങളെ പഠിപ്പിച്ച് തനിക്ക് സമാനം അധ്യാപകനാക്കി മാറ്റുന്നു. നിങ്ങൾ ടീച്ചറാകണം, ഗുരുവാകണം എന്നില്ല. പക്ഷെ തീർച്ചയായും രാജയോഗം പഠിപ്പിക്കുന്ന അധ്യാപകരായി മാറണം. ഇവിടെ ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് പോകണം. പോയിട്ട് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. ലോകത്തിലുള്ളവർക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് സദ്ഗതി കൊടുക്കാനും കഴിയില്ല. സർവർക്കും സദ്ഗതി നൽകുന്ന സദ്ഗതിദാതാവ് ഒരേയൊരു ശിവബാബയാണ്. മുക്തിദാതാവും വഴികാട്ടിയും ബാബ തന്നെയാണ്.
നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ അച്ഛൻ വഴികാട്ടിയാകുന്നില്ല. ബാബ നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നത് ഈ സമയത്താണ്. എപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നോ അപ്പോൾ വീടിനെ തന്നെ നിങ്ങൾ മറന്നുപോകുന്നു. ഇപ്പോൾ നിങ്ങളും ബാബയെപ്പോലെ വഴികാട്ടികളായി മാറണം. എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. എല്ലാവരോടും പറയണം അശരീരി ഭാവ. നിങ്ങൾക്ക് പാണ്ഡവസേന എന്ന പേരുണ്ട്. ശരീരധാരികളാണല്ലോ നിങ്ങൾ. ഒറ്റയ്ക്ക് സേന എന്ന് പറയില്ലല്ലോ. ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിന് മായയുടെ മേൽ വിജയം നേടണം. അപ്പോഴേ നിങ്ങളെ സേന എന്ന് പറയൂ. യുദ്ധത്തെക്കുറിച്ച് ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പരിധിക്കുള്ളിൽ എഴുതിയിരിക്കുന്നു. എത്ര സമ്മേളനങ്ങൾ നടത്തുന്നു, സംസ്കൃത കലാലയങ്ങൾ തുറക്കുന്നു, എത്ര പൈസ ചെലവാക്കുന്നു. ചെലവ് ചെയ്തെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. സ്വർണവും വെള്ളിയും വജ്രവും എല്ലാം പോയി. ഇനി നിങ്ങൾക്ക് വേണ്ടി എല്ലാം പുതിയതായി വരും. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അത്രയും സന്തോഷം ഉണ്ടാകണം. അച്ഛനെയും സമ്പത്തിനെയും മക്കൾ ഓർമ്മിക്കണം. നിങ്ങളുടെ പാർട്ട് നടന്നുകൊണ്ടേയിരിക്കും. പാർട്ട് ഒരിക്കലും അവസാനിക്കില്ല. ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മങ്ങളെ അറിയില്ല. ആദ്യം വരുന്നതുകൊണ്ട് ഇവർക്കാണ് 84 ജന്മങ്ങളുടെ കണക്ക് ഉള്ളത്. നിങ്ങൾ കുട്ടികൾക്ക് അളവില്ലാത്ത സുഖം ലഭിക്കുന്നു. ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും ഗോപുരം ലഭിക്കുന്നു. അപ്പോഴെത്ര ലഹരി ഉണ്ടായിരിക്കണം. അച്ഛൻ നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് തരികയല്ലേ. നിങ്ങൾ എത്രത്തോളം സമീപത്തേക്ക് വരുന്നു അത്രത്തോളം ആപത്തും ഉണ്ടാകും. ഈ സൃഷ്ടിവൃക്ഷം വളരും. വളർന്നില്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്നാൽ പെട്ടെന്ന് നിലംപതിക്കും. ഇത് സംഭവിക്കുക തന്നെ വേണം. നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം ചിത്രത്തിലുണ്ട്. മറ്റൊരു ചിത്രവും വേണ്ട. ലക്ഷ്യത്തിന്റെ ചിത്രം മതി. ഭക്തിമാർഗത്തിൽ മനുഷ്യർ അനവധി ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ജ്ഞാനമാർഗത്തിൽ ഈ ഒരൊറ്റ ചിത്രം മതി. അതിന്റെ ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇനി ബാബയുടെ ചിത്രം, ബാബ ബിന്ദു രൂപമാണല്ലോ. ബിന്ദുവിന്റെ ചിത്രം എങ്ങനെ ഉണ്ടാക്കാനാണ്? ആത്മാവ് നക്ഷത്ര സമാനമല്ലേ? ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലക്ഷ്യത്തിന്റെ ചിത്രം, അതായത് ലക്ഷ്മി നാരായണന്റെ ചിത്രം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആത്മാവിനെ കണ്ണുകൊണ്ട് കഴിയില്ലല്ലോ. വളരെയധികം പേർ ചോദിക്കാറുണ്ട്, ബാബ ഞങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകണം, സ്വർഗം കാണണം. ബാബ ചോദിക്കണം, മക്കളെ സ്വർഗം കണ്ടതുകൊണ്ട് എന്ത് കാര്യം? കണ്ടതുകൊണ്ട് മാത്രം അതിന്റെ അധികാരിയാകുമോ? പുരുഷാർത്ഥം ചെയ്താലല്ലേ അധികാരിയാകുള്ളൂ. മനുഷ്യർ പറയും, ആരെങ്കിലും മരിച്ചാൽ ഇന്നാള് സ്വർഗത്തിൽ പോയി. പക്ഷെ ആര് പോയി, എവിടേക്ക് പോയി എന്ന് പോലും ആർക്കും അറിയില്ല. അതുകൊണ്ട് ആത്മാവില് ജ്ഞാനമുണ്ടാകും. ഇപ്പോൾ ഉയർന്നതിൽ ഉയർന്ന അച്ഛൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. ഈ പഠിപ്പ് ഉയർന്ന പദവി കിട്ടും. പ്രാർത്ഥനുസരിച്ച് നിങ്ങൾ നരനിൽ നിന്ന് നാരായണനായി തീർച്ചയായിട്ടും മാറും. ആരാണോ ശാന്തി യാചിക്കുന്നത് അവർക്ക് ജ്ഞാനമാക്കി കൊടുക്കൂ. ഇതാണ് നിങ്ങളുടെ ജോലി. ചിലർ മനസ്സിലാക്കുന്നുമുണ്ട്, ഈ ജ്ഞാനം വളരെ കൃത്യതയുള്ളതാണ്. ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഭീഷ്മ പിതാമഹൻ മുതലായവർക്ക് കുമാരിമാരിൽ നിന്ന് ജ്ഞാനബാണം ഏറ്റുവെന്ന്. ആ സമയം വീണ്ടും വരും. അല്ലാതെ അർജുനൻ ഒരു ബാണം എയ്തപ്പോൾ വെള്ളം വന്നു എന്നല്ല. ജ്ഞാനബാണത്തിന്റെ കാര്യമാണ്, ജ്ഞാനഗംഗയുടെ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജ്ഞാനം കേൾക്കുക അർത്ഥം, മനസ്സിലാക്കുക അർത്ഥം, ജ്ഞാനം ഗംഗാജലത്തിന് സമാനമാണ്. ഗൗമുഖെന്നും പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ജ്ഞാനവും മനസ്സിലാക്കി, ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓർമ്മ ചിത്രങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദിൽവാഡ ക്ഷേത്രവുമുണ്ട്. ചൈതന്യത്തില് ദിൽവാലയായിട്ടുള്ള ബാബയും നമ്മുടെ കൂടെയുണ്ട്. വൈകുണ്ഠത്തിന്റെയും ചിത്രമുണ്ട്. ദിൽവാഡയില് താഴെ തപസ് ചെയ്യുന്നവരുടെ ചിത്രവും കാണാം. മുകളിൽ രാജധാനിയുമുണ്ട്. അതിനുകൊണ്ട് എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് സ്വർഗം മുകളിലാണ്, ആകാശത്തിലെവിടെയോ ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നു. ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതറിയാം. ഈ ബോംബിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നാശമാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിനാശം ഉണ്ടാകുമെന്നും അറിയാം. മഹാഭാരത യുദ്ധത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാം നശിച്ചു. സത്യുഗ സമയത്ത് ഒരേയൊരു ധർമ്മമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ തീർച്ചയായും ബാക്കിയെല്ലാം നശിക്കണമല്ലോ. ഇതും കുട്ടികൾക്കറിയാം. ഭക്തി ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അതും ഡ്രാമ പ്ലാൻ അനുസരിച്ച്. വാസ്തവത്തിൽ ഇവിടെ ആശീർവാദത്തിന്റെ കാര്യമൊന്നുമില്ല.
എന്താണോ ഡ്രാമയിലുള്ളത് അത് നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇത് ഈശ്വരന്റെ ഇച്ഛയാണെന്ന് ചിലർ പറയും. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഡ്രാമയിലുള്ളത് നടക്കുകയാണ്. ബാബയുടെ ഇച്ഛയനുസരിച്ച് നടക്കുന്നു എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയില്ലല്ലോ. സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബാബ ജ്ഞാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. കാരണം ബാബ ജ്ഞാനസാഗരമാണ്. മനുഷ്യൻ കരുതുന്നത് ഭഗവാൻ എല്ലാവരുടെയും മനസ്സറിയുന്ന ആളാണ് എന്നാണ്. പക്ഷേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ശിക്ഷ തീർച്ചയായും നമുക്ക് തന്നെ ലഭിക്കും. ബാബ ഇരുന്ന് ശിക്ഷ തരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവരവരുടെ കർമ്മം തന്നെ അവരവരെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുകയാണ്. കാരണം കർമ്മവും കർമ്മഫലവും ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കപ്പെട്ട നാടകമാണ്. ഇത് നടക്കും. ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബ മനസ്സിലാക്കി തരുന്നു. നിങ്ങളിത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ബാബ പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ അവസ്ഥ ഇത്രയും ശ്രേഷ്ഠമാകണം. അതായത് അന്തിമ സമയത്ത് മറ്റൊന്നും ഓർമ്മ വരരുത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഇതാണ് കർമാതീത സ്ഥിതി. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്കോളർഷിപ്പ് നേടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ. ടീച്ചറായി മാറി മറ്റുള്ളവർക്ക് രാജയോഗം പഠിപ്പിച്ചു കൊടുക്കൂ. വഴികാട്ടിയായി മാറി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന സേവനം ചെയ്യൂ. സർവശക്തിവാനായ അച്ഛന്റെ ഓർമ്മയിലൂടെ തന്റെ ബാറ്ററി ചാർജ് ചെയ്യണം. അച്ഛനോട് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരിക്കലും കാമവികാരത്തിന്റെ അടിവാങ്ങരുത്. വരദാനം: അത്ഭുതങ്ങൾ കാണിക്കുന്നതിന് പകരം അവിനാശിയായ ഭാഗ്യത്തിന്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ തയ്യാറാക്കുന്ന സിദ്ധിസ്വരൂപരായി ഭവിക്കട്ടെ. ഇന്നത്തെ കാലത്ത് അത്ഭുത സിദ്ധികൾ പ്രാപ്തമാക്കിയവർ അവസാന സമയത്ത് പരംധാമത്തിൽ നിന്ന് വന്നവരായതിനാൽ സദോപ്രധാന സ്ഥിതിയുടെ ആധാരത്തിൽ പവിത്രതയുടെ ഫലസ്വരൂപമായി അല്പകാല സമയത്തേക്കുള്ള അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കുന്നു. പക്ഷേ ആ സിദ്ധി സദാകാലത്തേക്കുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർ സദോ രജോ തമോ അവസ്ഥകളിലൂടെ കടന്നുപോകും. താങ്കൾ പവിത്രാത്മാക്കൾ സദാ സിദ്ധി സ്വരൂപരാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കുന്നവരല്ല, പക്ഷേ ആത്മജ്യോതിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നവരാണ്. സർവർക്കും അവരവരുടെ അവിനാശിയായ ഭാഗ്യത്തിന്റെ തിളങ്ങുന്ന നക്ഷത്രത്തെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. അതിനാൽ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും വരുന്നത് തന്നെ ഭാഗ്യത്തിന്റെ അഞ്ജലി നേടാൻ വേണ്ടിയിട്ടാണ്. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ വായുമണ്ഡലമുണ്ടെങ്കിൽ സഹയോഗിയും സഹജയോഗിയുമായി തീരും. ഓം ശാന്തി.